സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് നിയമാനുസൃതമായി സംസ്ഥാന സർക്കാർ നടപടികൾ കൈക്കൊള്ളുന്നുണ്ടെന്ന് മന്ത്രി എം.പി. രാജേഷ്. സിനിമാ മേഖലയിലെ അസമത്വങ്ങൾ അവസാനിപ്പിക്കണമെന്ന് മന്ത്രി ആർ. ബിന്ദു വ്യക്തമാക്കി. ഇന്ത്യയിൽ ആദ്യമായാണ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ കേരളം ഒരു കമ്മിറ്റി രൂപീകരിച്ചതെന്ന് ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാറും പ്രതികരിച്ചു. നിയമത്തിനുമീതെ ആരും പറക്കില്ലെന്നും സർക്കാർ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി എം.പി. രാജേഷ് പ്രതികരിച്ചു. നിയമാനുസൃതമായ കാര്യങ്ങൾ നടക്കും. നിയമത്തിന് മുകളിൽ ഒരാളും പറക്കില്ല. അത് ഈ ഗവൺമെന്റ് തെളിയിച്ചിട്ടുണ്ട്. അത് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും മനസ്സിലാവും. സിനിമാ നടന്മാർക്ക് താരപരിവേഷം നൽകുന്നതിൽ മാധ്യമങ്ങൾ ആത്മപരിശോധന നടത്തണമെന്നും പെട്ടെന്നൊരു ദിവസം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ല സിനിമാ മേഖലയിൽ ഉള്ളതെന്നും മന്ത്രി ആർ. ബിന്ദു പറഞ്ഞു. എത്രയോ വർഷങ്ങളായി തുടരുന്ന തെറ്റായ നടപടിക്രമങ്ങൾ, തിന്മ നിറഞ്ഞ സമീപനങ്ങൾ, അസമത്വങ്ങൾ, വിവേചനങ്ങൾ എല്ലാം പൊടുന്നതിന് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഫുൾ സ്റ്റോപ്പിട്ട് കളയാൻ സാധിക്കില്ല. അതിന് മാനസിക ഭാവങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ വരേണ്ടതുണ്ട്, പൊതുബോധത്തിൽ വ്യത്യാസങ്ങൾ വരേണ്ടതുണ്ട്. ഈ സിനിമാ താരങ്ങളെ താരരാജാക്കന്മാരായിട്ട് അവരോധിക്കുന്നതും മാധ്യമ സുഹൃത്തുക്കളൊക്കെ തന്നെയാണല്ലോ. ദൃശ്യമാധ്യമങ്ങളിലൂടെയാണ് ഏറ്റവും അധികം ഈ അക്രമോത്സുകമായിട്ടുള്ള പുരുഷത്വം എന്നുള്ള ആശയം ഏറ്റവും മഹത്വവൽക്കരിച്ചുകൊണ്ട് ഹീറോയിസം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ഈ വക പുരുഷ മേധാവിത്വ ആശയങ്ങൾക്ക് സംസ്ഥാപനത്തിനും പ്രചരണത്തിനും ഏറ്റവും അധികം സഹായം ചെയ്തു കൊടുക്കുന്നത് മാധ്യമങ്ങളാണ്. നിങ്ങളും ഒരു പരിശോധന നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്ത്രീകൾ അപമാനഭാരത്താൽ ഒളിച്ചിരിക്കേണ്ട കാര്യമില്ല, നിർഭയമായി രംഗത്ത് വരണമെന്ന് ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാർ വ്യക്തമാക്കി. ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സമിതി അത് രൂപീകരിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും ധീരമായ ഒരു നടപടിയാണ്. അത് മറ്റു സംസ്ഥാനങ്ങൾക്കൊക്കെ ഒരുപക്ഷെ മാതൃകയായിരിക്കും. ആ രീതിയിലാണ് നമ്മൾ അങ്ങനെ ഒരു കമ്മിറ്റി ഇത് രൂപീകരിച്ചത്. ആ റിപ്പോർട്ട് തീർച്ചയായിട്ടും ഗവൺമെന്റ് പരിശോധിച്ചിട്ടുണ്ട്. അത് അനുസരിച്ചുള്ള ചില നടപടികളും ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. സ്ത്രീകൾ അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവം ഉണ്ടായില്ല. ഇത് ഇങ്ങനെയുള്ള മൊഴികൾ നൽകിയിട്ട് അവരെങ്ങനെ മറഞ്ഞിരിക്കുകയല്ല. അവർ നിർഭയമായിട്ട് അഥവാ പരാതിപ്പെടേണ്ട ഇത് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ അത് പരാതിപ്പെടുകയും കൃത്യമായിട്ട് ആര്, എങ്ങനെ, എവിടെ വെച്ച്, എന്താണ് സംഭവിച്ചത് കൃത്യമായിട്ട് അവർ തുറന്നു പറയും. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടിയെടുക്കേണ്ടത് സർക്കാരാണെന്നും ഇപ്പോൾ നടക്കുന്നത് കുറ്റപ്പെടുത്തലുകൾ മാത്രമാണെന്നും മേജർ രവി പറഞ്ഞു. ഒരു കമ്മീഷൻ ഉണ്ട്, അത് പറഞ്ഞു. ഇനി ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനം അതാണ് നമ്മൾ കേൾക്കേണ്ടത്. അതെന്ത് തന്നെ ആയിക്കോട്ടെ. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.